യോക്കിന് പ്ലീറ്റ്സ് കൊടുത്തുകൊണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഇന്നത്തെ കുർത്തി ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു യോക്ക് പ്ലീറ്റഡ് കുർത്തി. ഈ ഒരു ടൈപ്പ് കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയാൻ മറക്കരുത്. കാരണം എന്നോട് ഒത്തിരി പേര് ഡൗട്ട്സ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സൈസ് ഉള്ളവർക്ക് ഈ പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ചേരുവോ ഇല്ലയോ എന്ന് കേട്ടോ. അങ്ങനെ ഒരു ഡൗട്ടും വേണ്ട, നമുക്ക് നല്ല കംഫർട്ടാണ് ഇത് വെയർ ചെയ്യാനായിട്ട്, സ്റ്റൈലിഷും ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ വെയർ ചെയ്യുന്ന പലാസോ പാൻ്റാണ് കേട്ടോ. പലാസോ പാൻ്റ് വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലോത്താണ് ഞാനിവിടെ യോക്കിന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ വീഡിയോ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിക്കേണ്ട. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഗ്രഹമുള്ളവർ അതിൽ കയറി കണ്ടാൽ മതി. അതുപോലെ പ്ലേറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്ലേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് പ്ലേറ്റ്സ് കൊടുത്താൽ മതി. എനിക്ക് ഒത്തിരി പ്ലേറ്റ്സ് കൊടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുഞ്ഞ് പ്ലേറ്റ്സ് കുറച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ എനിക്കൊരു ബോർഡർ ഉണ്ടായിരുന്നു. ഞാനിവിടെ കോട്ടൺ ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതാ ഈ ഒരു ബോർഡർ, അത് ഞാൻ ചെസ്റ്റ് ഭാഗത്തും ഇതുപോലെ കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടേ. ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ റെഡിമെയ്ഡ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.